മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് വൈദിക ആരാധന എന്നുള്ളതിനെക്കുറിച്ചും ആവാഹനം ഉദ്വസനത്തെക്കുറിച്ചും അതുപോലെ പൂജ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ വിവരിക്കേണ്ടായി. ധാരാളം പേർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്കുകൾ കൂടി വിവരിക്കുന്നത് നന്നായിരിക്കും. ഞാൻ വിവരിക്കാൻ പോകുന്ന പുണ്യാഹം എന്ന വാക്കാണ്. പുണ്യാഹം എന്ന വാക്ക് പണ്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നതാണ്. ആരെങ്കിലും അമ്പലത്തിൽ കയറിയാൽ പുണ്യാഹം തളിക്കണം. ഈ അടുത്ത കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏതോ ഒരു ജോലിക്കാരൻ്റെ കാല് മുറിഞ്ഞ് ഒരു ഡ്രോപ്പ് ബ്ലഡ് അവിടെ എവിടെയോ വീണു. അതുകൊണ്ട് അമ്പലം അശുദ്ധമായി, പുണ്യാഹം തളിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഒരു 3-4 മാസം മുമ്പാണെന്ന് തോന്നുന്നു. ഗുരുവായൂരിലെ 2 വർഷം മുമ്പ് ഏതൊരു കുട്ടി മൂത്രമൊഴിച്ചതിന് പുണ്യാഹം തളിക്കണം. അത് മൂത്രമൊഴിച്ച കുട്ടിയുടെ ചെലവിൽ വേണോ, അതിൻ്റെ അച്ഛനമ്മമാരുടെ ചെലവിൽ വേണോ, ദേവസ്വം ബോർഡിൻ്റെ ചെലവിൽ വേണോ, അമേരിക്കൻ പ്രസിഡന്റിന്റെ ചെലവിൽ വേണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും പുണ്യാഹം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ പത്രമാധ്യമങ്ങളിൽ വരികയോ ആൾക്കാർ ചർച്ച ചെയ്യുകയോ ചെയ്യുന്ന യാതൊരു പ്രാധാന്യവും അതിനില്ല. ഞാനത് അറിഞ്ഞുകൊണ്ട് പറയാണ് കേട്ടോ, അല്ലാണ്ട് ഒരു യുക്തിവാദിയുടെ നിരീശ്വരവാദിയുടെ നിഷേധാത്മകതയോടുകൂടി പറയുകയല്ല. ശരിക്കും എന്താ പുണ്യാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗംഗയിലെ വെള്ളം ഉണ്ടെങ്കിൽ അത് തളിച്ചാൽ പുണ്യാഹമായി. കാരണം ഗംഗയ്ക്ക് നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് അത് പുണ്യാഹമായി. അതല്ല, നമ്മുടെ വീടുകളിൽ പുണ്യാഹം തളിക്കണമെങ്കിൽ അമ്പലത്തിൽ അഭിഷേകം ചെയ്ത വെള്ളം കൊണ്ടുവന്ന് തീർത്ഥം മാതിരി തളിച്ചാലും ശുദ്ധിയായി. ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പുണ്യാഹം എന്ന് പറയുന്നത് എന്താണെന്ന്, ഒരു ഉരുളി എടുക്കാം. സ്റ്റീൽ പാത്രം എടുക്കാറില്ല, ഇപ്പോൾ പിന്നെ എടുക്കാറുണ്ടാവായിരിക്കാം. അതിൽ വെള്ളം ഒഴിക്കുക, കുറച്ച് അരി ഇടുക, ഒരു 2 ഗ്രാം അരി, തുളസി, ദർഭപ്പുല്ല് മുറിച്ചത്, പിന്നെ അത്രയും ഇട്ട് പുണ്യാഹ ചുണ്ടങ്ങ എന്ന് പറഞ്ഞൊരു ചുണ്ടങ്ങയുണ്ട്. വേറെ ഒന്നിനും അത് ഉപയോഗിക്കില്ല. ശരിക്ക് വെളുപ്പും പച്ചയും കലർന്നതാണ്. പഴുത്തിട്ടില്ലെങ്കിൽ, പഴുത്താൽ നല്ല മഞ്ഞയാണ്. ഒരു രാശിക്കയുടെ അത്ര ഉണ്ടാവും, ചെറിയ നെല്ലിക്കയുടെ അത്ര ഉണ്ടാവും. അത് 5 എണ്ണം ഇടുക. 5 തുളസി, 5 പിടി ചെറിയ ബിറ്റ് അരി, ഇതെല്ലാം ഇട്ട് സാധിക്കുമെങ്കിൽ പുണ്യാഹ മന്ത്രം ജപിക്കാൻ അറിയാവുന്ന 5 പേരിരിക്കണം. 5 പേരിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. 5 പേരിരുന്ന് ഈ പാത്രം തൊട്ട് ആദ്യം പ്രാർത്ഥിക്കണം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പിന്നെ ഗണേശനെ, വിഘ്നേശ്വരനെ കുറിച്ച് ഏകദന്തായ വിദ്മഹേ മഹാഗണേശായ ധീമഹേ തന്നോ ഗണപതി പ്രചോദയാത് വിഘ്നേശ്വര പ്രചോദയാത് വേണമെങ്കിൽ പറയാം. ഗണാനാം ത്വാ ഗണപതികം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാമാന ശൃണ്വന്നൂതിഭിः സീദസാധനം മഹാഗണപതയേ നമഃ. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ 5 പേര് ഈ പാത്രത്തിൽ ഇങ്ങനെ തൊടണം. എന്നിട്ട് 5 പേരിൽ പ്രധാനപ്പെട്ട ആള് പറയും പുണ്യാഹം ഭവന്തോ ബ്രുവന്തോ ഓം പുണ്യാഹം പുണ്യാഹം പുണ്യാഹം. നമ്മൾ പുണ്യാഹം ഉണ്ടാക്കാൻ പോവാണ് എന്ന് നിങ്ങൾ പറയണം. ഭവന്തോ ബ്രുവന്തോ നിങ്ങൾ പറയാം. വെറും കർമ്മമന്ത്രമാണ്. അപ്പൊ ഇവര് പുണ്യാഹം പുണ്യാഹം സ്വസ്തി ഭവന്തോ ബ്രുവന്തോ. ഈ പുണ്യാഹം തളിക്കുന്നത് കൊണ്ട് എല്ലാം മംഗളകരമായിരിക്കണം. ഋദ്ധിം ഭവന്തോ ബ്രുവന്തോ ഋദ്ധ്യതാം 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 3 പ്രാവശ്യം പറയാം. കാരണം ഇവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടാവണം. അപ്പൊ പുണ്യാഹം സ്വസ്തി ഋദ്ധിം അങ്ങനെ കുറെ മന്ത്രം പറഞ്ഞിട്ട് മനസ്സമാധീയതാം, നമ്മളുടെ മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആവട്ടെ. സമാഹിത മനസ്സസ്മഹ, നമ്മളുടെ മനസ്സ് സ്റ്റെബിലൈസ്ഡ് ആയി. പ്രസീദന്തു ഭവന്തഃ, നിങ്ങൾ സന്തോഷത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ, ഈ പുണ്യാഹം ഉണ്ടാക്കാൻ. പ്രസന്നാസ്മഹ, ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ശാന്തിരസ്തു പുഷ്ടിരസ്തു തുഷ്ടിരസ്തു ശുഭം കർമാസ്തു കർമ്മസമൃദ്ധിരസ്തു. ഇവിടെ ശാന്തി ഉണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ, വളർച്ചയുണ്ടാവട്ടെ. പുഷ്ടിരസ്തു വളർച്ചയുണ്ടാവട്ടെ, തുഷ്ടിരസ്തു സന്തോഷം ഉണ്ടാവട്ടെ. അങ്ങനെ പുണ്യാഹം ഉണ്ടാക്കാനുള്ള മന്ത്രം എല്ലാം കർമ്മമന്ത്രമാണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും വേദമന്ത്രത്തിലേക്ക് കടക്കാം. ആപോ യിഷ്ടാമയോ ഭുവസ്ഥാന ഊർജേ ദദാദന മഹേരണായ ചക്ഷസേയോ ശിവതമോ രസഹ തസ്യ ഭാജയദേഹന
ഉശതീരവമാദരഃ തസ്മാദരംഗമാമവോ യസ്യ ക്ഷയായ ജിൻവത ആപോജനയതാ ജനഃ. ഈ ജലം നല്ല നന്മ വരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥന വേദമന്ത്രമാണ്. ഇനി കർമ്മമന്ത്രത്തിലൂടെ പറയാറുണ്ട്. ഇമ ആപശിവാ സന്ത് ശുഭാ ശുദ്ധാശ്ച നിർമ്മല പാവന ശീതളാശ്ചൈവ പൂതാ സൂര്യസ്യ രശ്മിഭിഃ. ഇമ ആപശിവാ സന്തു, ഈ ജലം മംഗളകരമായി തീരട്ടെ. ശുഭാഹ മംഗളകരം, ശുദ്ധാഹ ശുദ്ധം, ശുഭാ ശുദ്ധാശ്ച നിർമ്മല നിർമ്മലമായിട്ടുള്ള ജലമായി തീരട്ടെ. പാവന ശീതളാശ്ചൈവ, അത് പാവനവും ശീതളവുമാവട്ടെ. പൂതാഹ സൂര്യസ്യ രശ്മിഭിഃ, സൂര്യന്റെ പ്രകാശം കൊണ്ട് അത് പൂർണ്ണ നന്മ നിറഞ്ഞതാവട്ടെ. ഇത് കർമ്മമന്ത്രം അല്ലെങ്കിൽ പുരാണമന്ത്രം. അപ്പൊ ഇങ്ങനെ ആ വെള്ളത്തിനെ പ്രകീർത്തിച്ചിട്ട് ഇനി വേദമന്ത്രം ചൊല്ലണം. പവമാന സൂക്തം. സ്വാദിഷ്ടയാമതിഷ്ടയാ പവസ്വസോമധാരായ ഇന്ദ്രായ പാദാവേയസ്യേതിന്ദ്രോ മതേഷ്വാ വിശ്വാവൃത്രാണി ജിഗ്നതേ എന്ന് പറഞ്ഞ കുറേ മന്ത്രങ്ങളുണ്ട്. അതിന്റെ ലാസ്റ്റ് വരുമ്പോ ശൂരോ മഹാജാമം ഹതേ തരത്സമന്തീതാവതി ആയയോ ഓത്രം ശതം ധനാ സഹസ്രാണി ദദത്മാഹേ തരത്സമന്തീതാവതി ധ്വശ്രയോ ഓ പുരുഷം ദിയോരാ തരത്സമന്തീതാവതി ആയയോ ഓത്രം ശതം ധനാ തരത്സമന്തീതാവതി. ഇങ്ങനെ കഴിഞ്ഞാൽ പുണ്യാഹ മന്ത്രം കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഇതം പുണ്യാഹം ഇതം പുണ്യാഹം ഇതം പുണ്യാഹം. ഇപ്പൊ യഥാർത്ഥത്തില് ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനാ അറിയാമോ? നിങ്ങൾ പുണ്യാഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പുണ്യാഹം തളിക്കുക, പുണ്യാഹം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല. ജസ്റ്റ് 3, 4, 5 പേരിരുന്ന് കുറച്ച് മന്ത്രം ജപിക്കുന്നു, ആ വെള്ളത്തിനെ പരിശുദ്ധമാക്കുന്നു. ഈ പരിശുദ്ധമാക്കിയ വെള്ളം ആ പ്രദേശത്തെ ദർഭപ്പുല്ലുകൊണ്ട് തളിക്കുന്നു. ഈ വെള്ളം തളിക്കുന്നു. ഈ ചോര വീണു എന്ന് പറഞ്ഞില്ലേ പത്മനാഭസ്വാമി ക്ഷേത്രത്തില്? ആ ചോര വീണ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം തളിക്കുമ്പോൾ വീഴണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ അടിച്ചു കലക്കി തളിച്ചോണ്ട് പോവാണ്. നമ്മൾ പണ്ടത്തെ കാലത്ത് അടിച്ചു തളിക്കണം വീടിന്റെ മുറ്റെന്ന് പറയാറില്ലേ? ഈ മുറ്റം അടിച്ച് വാരിക്കഴിഞ്ഞാൽ തളിക്കാറുണ്ട്. എല്ലാ സ്ഥലത്തൊന്നും വെള്ളം വീഴില്ലല്ലോ, കുറച്ചൊക്കെ തളിക്കുകയല്ലേ ഉള്ളൂ. അങ്ങനെ പുണ്യാഹം തളിക്കുക എന്നാ പറയാ, പുണ്യാഹം കൊണ്ട് അഭിഷേകം ചെയ്യല്ല. അപ്പൊ അത് കഴിഞ്ഞാൽ ശുദ്ധമായി. പക്ഷെ ഇതിന് സയന്റിഫിക്കലി ഒരർത്ഥം ഇല്ല, ലോജിക്കലി ഒരർത്ഥം ഇല്ല, സൈക്കോളജിക്കലി വേണമെങ്കിൽ ഒരർത്ഥമുണ്ട്, കുറേയൊക്കെ ശുദ്ധമായി എന്നൊരു തോന്നല്. പക്ഷേ ഈ യേശുദാസ് ഗുരുവായൂർ അമ്പലത്തിൽ കയറിയ പുണ്യാഹം തളിക്കണം എന്ന് പറയുന്നതും ഇതൊന്നായിട്ട് ആലോചിച്ച് നോക്കാം. ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും, ഗോപകുമാരനെ കാണും എന്ന് പറയുന്ന വ്യക്തിയുടെ ഭക്തിയുടെ 10,000 അയൽവക്കത്തുണ്ടോ അവിടുത്തെ പൂജാരിക്ക്, അവിടുത്തെ തന്ത്രിക്കുണ്ടോ അത്രയും ഭക്തി? ഞാൻ അവരെ ഒന്നും നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടി പറഞ്ഞതല്ല. ഈ ഗുരുവായൂർ അപ്പനെയും ഈ ശബരിമലയിൽ ചെന്നിട്ട് ഈ വാർദ്ധക്യത്തിൽ ഈ ശരീരം അനങ്ങാതെ അവിടെ ചെന്ന് ഹരിവരാസനം പാടിയ വ്യാസകുലത്തിൽപ്പെട്ട ഋഷിയെ പോലെയുള്ള യേശുദാസന്റെ ഭക്തി, അദ്ദേഹം ഗുരുവായൂർ കയറിയാൽ പുണ്യാഹം തളിക്കണം, ഹൈദരലി കയറി കഴിഞ്ഞാൽ പുണ്യാഹം തളിക്കണം, നാദിർ ഷാ കയറിയാൽ പുണ്യാഹം തളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മണിയമ്പിള്ള രാജുവും നാദിർ ഷായും തമ്മിൽ പോയിരുന്നു അകത്ത്, ആരും അറിയാതെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് മണിയമ്പിള്ള രാജു തന്നെയാണ് ചിരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും എന്നുള്ള മലയാള മാതൃഭൂമിയിലെ അതിൽ കേട്ടതും കേൾക്കേണ്ടതും എന്നുള്ളതിൽ എഴുതിയത്. ഞാനത് പറയാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ ആ വെള്ളം പുണ്യവുമാവില്ല, ഒന്നും ആവില്ല. ഇനി അഥവാ ആയി എന്ന് തന്നെ ധരിക്കുക, നമ്മൾ എതിർക്കണ്ട, ആയി എന്ന് തന്നെ അങ്ങോട്ട് വിചാരിക്കാം. അത് ഈ അമ്പലത്തിന്റെ പ്രദേശത്ത് മുഴുവൻ തളിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം വീഴാത്ത സ്ഥലത്തിന്റെ അവസ്ഥ എന്താ? അപ്പൊ അതൊരു തോന്നല് മാത്രമാണ്, ഒരു ചടങ്ങ്, ആചാരമല്ല. വീണ്ടും പറയുന്നു, അത് ആചാരമല്ല, ചടങ്ങ്. ചടങ്ങിന്റെ പ്രത്യേകതയേ ഉള്ളൂ. അത് സൈക്കോളജിക്കലി ബെനിഫിഷ്യൽ അല്ല, ഫിസിയോളജിക്കലി ബെനിഫിഷ്യൽ അല്ല, ഫാമിലി റിലേഷൻ ബിൽഡിങ്ങിന് ബെനിഫിഷ്യൽ അല്ല, കൾച്ചറൽ എൻറിച്ച്മെന്റിന് ബെനിഫിഷ്യൽ അല്ല, സോഷ്യൽ ബോണ്ടേജിന് ബെനിഫിഷ്യൽ അല്ല എന്ന് മാത്രമല്ല നെഗറ്റീവുമാണ്, നാഷണൽ ഇന്റഗ്രേഷന് ബെനിഫിഷ്യൽ അല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ അത് ആചാരമാവുക? അപ്പോ ചില കാര്യങ്ങളുടെ വാക്കുകൾ
ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ചടങ്ങുകളാണ്. നമ്മുടെ പൂർവികരും ഇതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ പറഞ്ഞ് ഇതെന്തോ വലിയൊരു കാര്യമാക്കി തീർത്തിരിക്കുകയാണ്. നമ്മളുടെ ഭാരതീയമായിട്ടുള്ളതെല്ലാം ലളിതമാണ്, സങ്കല്പത്തിന്റെ രൂപത്തിലാണെന്ന് എടുത്തെടുത്ത് പറയാറുണ്ട്. എന്താ സങ്കല്പം എന്ന വാക്കിന്റെ അർത്ഥം? ആർബിട്രറിലി ഫിക്സിങ്, നമ്മളങ്ങോട്ട് ആട്രിബ്യൂട്ട് ചെയ്യാണ്. ദർശനമാലയില് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ആദ്യത്തെ 10 വരികള് അധ്യാരോപ ദർശനാണ്. നമ്മൾ ആരോപിക്കുകയാണ്. ഇങ്ങനെ വെള്ളം മന്ത്രം ജപിച്ച് തളിച്ചു കഴിഞ്ഞാൽ ശുദ്ധമാവും. ആരോ ഒരാൾ ആരോപിച്ചതാണ്, അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. അതൊരു ചടങ്ങാണ്. ചടങ്ങല്ല എന്നില്ല, ആചാരമല്ല, ചടങ്ങാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? പ്രയോജനം സമൂഹത്തിന് ബോധ്യം വന്നു, ഓ ഇപ്പൊ അശുദ്ധമല്ല അമ്പലം എന്ന് സോഷ്യൽ സൈക്കോളജിയിൽ അവർക്ക് ഫീലിംഗ് വന്നാൽ ഇറ്റ് ഈസ് ആൾ റൈറ്റ്. ഇത് ആരാ ബോധർ ചെയ്യാൻ പോണേ ഇന്നത്തെ കാലത്ത്? പണ്ടത്തെ കാലത്ത് ഒരു പണിയില്ലാതിരുന്ന പൂണൂലിട്ട കുറേ പേർക്ക് ഇതൊക്കെ ചർച്ചാ വിഷയമാണ്. ഇന്നത്തെ കാലത്ത് ഇത് ആരാ ബോധർ ചെയ്യാൻ പോണത്? ഇപ്പൊ ദേശവും കാലവും അനുസരിച്ച് ഇതിലൊക്കെ മാറ്റം വരുത്തണം. ഇപ്പൊ പുണ്യാഹം എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ നൽകിയത്. അത് ചെയ്യണോ ചെയ്യണ്ടയോ അതൊക്കെ അവനവന്റെ ഇഷ്ടം. പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും അല്ല. ഇത് നമ്മൾ അറിയണം. പക്ഷെ ഇതിനെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടൊന്നും ഇതില്ലാതെയാക്കാൻ സാധിക്കില്ല. കുറേ ക്ഷേത്രങ്ങളിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ മാതിരി അന്ധവിശ്വാസമൊന്നും ഇല്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.